ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല രുചികരമായ രീതിയിൽ ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നാടൻ ചിക്കനാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള കട്ട് ചെയ്തതും, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില, അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത്. ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മല്ലിയില ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറിക്ക് മല്ലിയില നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ നമുക്കുണ്ടാവും കറിയിൽ മല്ലിയില ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ നിന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉലുവ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാടൻ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉലുവ ഒന്ന് നല്ലതുപോലെ പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളയും 2 പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്നിട്ട് നല്ലതുപോലെ തന്നെ ഈ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഈ ഇതാ എല്ലാം നല്ലതുപോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളുടെ ആ ഒരു റോ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം തക്കാളി ചേർക്കാൻ. എന്നാലാണ് കറിക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും തന്നെ കിട്ടുള്ളൂ. ഇനി നമുക്ക് തക്കാളി അധികം വാഴേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ ചിക്കനും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ വലിയൊരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചേർക്കുമ്പം ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അധികം കുറച്ച് ഗ്രേവിയോടെ ഗ്രേവി നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്കിത് കിട്ടും. ഇതിലേക്ക് ചില ആൾക്കാർ വെള്ളം ഒഴിക്കാതെ തന്നെ വേവിക്കും. പക്ഷേ ഞാനിവിടെ കുറച്ച് എനിക്ക് ചാറോട് കൂടി തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ഈ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ അടച്ചിട്ട് ഒരു 4 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാടൻ ചിക്കൻ ആയതുകൊണ്ട് അത്യാവശ്യം വേവുണ്ടായിരുന്നു. ഓരോ ചിക്കൻ്റെ വേവ് അനുസരിച്ചിരിക്കും. ഓരോ ചിക്കനിലും ചില ചിക്കൻ അധികം മൂത്തതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു രീതിയിലായിരിക്കും വേവ്. എനിക്കിവിടെ 4 വിസിലായിരുന്നു ഈ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്യാവശ്യം ഇവിടെ ചിക്കനൊന്ന് വേവണമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആ കറീൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് മേലെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കറിവേപ്പിലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അച്ചാറോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ മൊത്തം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി കുറച്ച് നല്ലതുപോലെ വേണം. കാരണം നമ്മൾ മുളക് പൊടി ചേർത്ത സമയത്ത് അധികം എരിവില്ലാത്ത മുളക് പൊടിയായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ കുരുമുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മളത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു കൊഴുപ്പായിട്ട് നമ്മൾ ഗ്രേവി കിട്ടും കേട്ടോ. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ നാടൻ ചിക്കൻ കറിക്ക്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഈ ടൈമിങ്ങിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില മൊത്തത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇനി ഗ്രേവി ഒന്നും കൂടി ഒന്ന് തിക്കായതിന് ശേഷം വേണം ബാക്കി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഗ്രേവി നല്ലതുപോലെ തിളച്ച് ഒന്നും കൂടി തിക്കായി കിട്ടിയിട്ടുണ്ട്. ആ സമയം ഞാൻ ബാക്കിയുള്ള മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പ്രത്യേകിച്ച് നാടൻ ചിക്കൻ വെക്കുമ്പം നല്ലൊരു ഫ്ലേവറാണ്. ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഗ്രേവിയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മല്ലിയിലയും കൂടെ വരുമ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ വീട്ടിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് പൊറോട്ടേൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റണ നല്ലൊരു റെസിപ്പിയാണ് ഈ നാടൻ ചിക്കൻ കറി. അപ്പം എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ലാസ്റ്റ് ഇടുന്ന ആ ഒരു കുരുമുളക് എല്ലാവരും ചേർക്കണം കേട്ടോ, അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. അതിലാണ് ഈ ഒരു ചിക്കൻ കറീൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പീസും അതുപോലെ തന്നെ വ്ളോഗ്സും ട്രാവൽ വീഡിയോസൊക്കെ ഞാനിതിലൂടെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.